ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തേത് അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നെ 2 റെസിപ്പീസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക കേട്ടോ. ഇവിടെ കിച്ചണിൽ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ചിക്കൻ കറിയും ഖമീറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതാ ഒരു സവാള വലുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 2-3 പച്ചമുളകും കൂടെ ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതാ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മളിത് ചട്ടിയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സെയിം പാനിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ 2 പീസ് പട്ടയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. ഇതിലേക്ക് കുറച്ച് പുതിനയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ആവശ്യമുണ്ട്. അതൊന്ന് എടുക്കുകയാണ്. ഈ പുതിനയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള സവാളയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ വേണം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. സവാള ഇതവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് മസാല പൗഡറുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അടുത്തതായിട്ട് 2 വലിയ തക്കാളി ഒന്ന് ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരട്ടെ. അതിനിടയ്ക്ക് നമുക്ക് ചിക്കൻ ഒന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ വേഗത്തിലാവാൻ വേണ്ടിയിട്ടാണ് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ സവാളയൊക്കെ വഴന്നു വന്നതിന് ശേഷം അതിലിട്ടിട്ട് ചിക്കൻ വേവിച്ചെടുക്കുകയാണ് നല്ലത്. ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാട്ടോ. അപ്പോൾ അങ്ങനെ അത് അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ നേരത്തെ വെച്ച അരപ്പുണ്ടായിരുന്നല്ലോ, ആ ഒരു അരപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അവസാനമായിട്ട് ഇതാ കുറച്ച് ഗരം മസാല പൊടിയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ കറിയോടെ റെഡിയായി. ഇനി നമുക്ക് ഖമീറ ഉണ്ടാക്കി തുടങ്ങണം. അപ്പോൾ ഇത് തലേ ദിവസം ഡോ കുഴച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് കുഴച്ചതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഇതാ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് എടുത്തു. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി, പിന്നെ 1.5 കപ്പ് ഇളം ചൂട് പാലും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പാൽ ഓപ്ഷണലാണ് കേട്ടോ. പാലും പാൽപ്പൊടിയൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ 1.5 കപ്പ് ഇളം ചൂട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിവിടെ 6 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം വെള്ളം കുറവാണ് തോന്നിക്കഴിഞ്ഞാൽ ഇളം ചൂട് വെള്ളം ചേർത്ത് കൊടുക്കുക. പാലുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം അതിനനുസരിച്ച് ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അവസാനം കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ തടവിയിട്ട് അങ്ങനെ അടച്ചു വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് തലേ ദിവസം രാത്രി ചെയ്ത് വെച്ചതാണ്.
തലേ ദിവസം കുഴച്ച് വെച്ചു എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഫ്രിഡ്ജിലാണോ വെച്ചത് എന്നുള്ളത്. ഫ്രിഡ്ജിലൊന്നല്ല, പുറത്ത് തന്നെയാണ് വെച്ചത്. നമ്മൾ പൂരിക്കായാലും ഇതുപോലെ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ കുബൂസോ ബട്ടൂരൊക്കെ കുഴച്ച് വെക്കുമ്പോൾ നമ്മൾ പുറത്ത് തന്നെയാണ് വെക്കുക, ഫ്രിഡ്ജിലൊന്നുമല്ല വെക്കുക. പുളിപ്പോ ഒന്നും ഉണ്ടാവില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള മാവ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വലിയ ബോൾസ് ആക്കിയിട്ട് ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയിട്ട് ഞാൻ ചെറിയ ഒരു കപ്പ് വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കുകയും ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിതാ ഇതുപോലെ ഇങ്ങനെ എഡ്ജ് മൂർച്ചയുള്ള ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ മുറിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെളുത്ത എള്ളും അതുപോലെ തന്നെ കറുത്ത എള്ളും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മാവിൽ ഇതുപോലെ ഇതാ മുട്ടയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എള്ളുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതാ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല പൊങ്ങി വരും, നല്ല ബോളായിട്ട് തന്നെ വരും. അപ്പോൾ ഇത് കുബൂസിൻ്റെയും അതുപോലെ തന്നെ ബട്ടൂരയുടെയൊക്കെ സെയിം ഡോ തന്നെയാണ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ കുറച്ചൊരു വ്യത്യാസം, ഈ ഒരു എള്ളൊക്കെ വെച്ചുകൊണ്ട് കുറച്ചൊരു വ്യത്യാസം, കാണാനും തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഡിന്നറിനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ. അതിനിടയിൽ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ഒന്ന് കുടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉള്ള വീഡിയോ ആണെന്നുള്ളത്. അപ്പോൾ ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ തലേ ദിവസമൊന്നും എൻ്റെ വീട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ ഓഫീസിൽ പോണ സമയത്ത് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നേണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഷെയ്സിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് വേഗത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കട്ടെ. ഷെയ്സിൻ്റെ എക്സാം കഴിഞ്ഞു. ഇനി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. ഇന്ന് ലഞ്ചിൻ്റെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഓസ്കർ ഖാൻ്റെ വലിയ ബ്രദറിൻ്റെ വീട്ടിലാണ് ഇന്ന് ലഞ്ച്. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഇതാ പാക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് പോയത് എന്നുള്ളതൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള പാക്കിങ്ങിലാണ്. അപ്പോൾ സ്റ്റോറീസ് കാണാത്തവർക്ക് ഇതൊരു സർപ്രൈസ് ആവട്ടെ. അങ്ങനെ പാക്കിംഗ് എന്നുള്ള വലിയ ടാസ്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഞങ്ങൾ തലേ ദിവസം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളാണ്. അപ്പം നമുക്ക് പോകുന്നതിനോട് പ്രമാണിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് വാങ്ങിച്ചിട്ടുള്ളൊരു ബാഗായിരുന്നു. പിന്നെ അതാ മക്കൾക്കൊക്കെ ചെപ്പലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. എനിക്കും ഓസ്കർക്കാക്കും ഒക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ചെരുപ്പാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ചെപ്പൽ ഇതാണ്. ഇനി ആദ്യത്തെ ഹാൻഡ് ബാഗിൽ നിന്ന് പുതിയ ഹാൻഡ് ബാഗിലേക്ക് എല്ലാ സാധനങ്ങളൊന്നും മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതിലുള്ള സാധനങ്ങളൊന്നും ഞാനിപ്പോൾ കാണിച്ചു തരുന്നില്ല കേട്ടോ. അതിലെല്ലാ സംഭവങ്ങളും ഉണ്ടാവും.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലഞ്ചിന് ഞങ്ങളിന്ന് അസ്കർ ഖാൻ്റെ വലിയ ബ്രദറിൻ്റെ വീട്ടിലാണ് പോണതെന്ന്. അപ്പോൾ കെൻസ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അസ്കർ ഖാൻ വീട്ടിലേക്ക് അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മയൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ കൊണ്ടാണ് പോയത്. ഫുൾ ഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇവിടെ കാക്ക അടിപൊളി കുട്ടൻ ദം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഷെയ്യും പറഞ്ഞതായിരുന്നു കേട്ടോ, കാക്ക പോണതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് കുട്ടൻ ബിരിയാണി ഉണ്ടാക്കി തരണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെ കാക്ക പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗൾഫിലേക്ക് പോയി. അപ്പം അതിന് മുന്നേ എല്ലാവരും കൂടെ ഒന്ന് ജസ്റ്റ് കൂടിയതാണ്. ഇത് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അതൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ് ഇലയിൽ. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 2:30 ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. അപ്പോൾ ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ ഡ്രോപ്പ് ചെയ്തിരുന്നത് ഷെയ്യും റഫീഖാക്കിയും മക്കളൊക്കെ വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ അവർ ഞങ്ങളെ കൂടെ പോന്നിട്ട് ഞങ്ങൾ ഇറക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ച് തന്നെ പോരും. അപ്പോൾ ഞങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ 6:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള സാജേർത്ത് റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിലാണ് കേട്ടോ നിന്നത്. അപ്പോൾ ഞങ്ങളവിടെ ചെക്ക് ഇൻ ചെയ്യുകയാണ്. ഞങ്ങളവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇതാ ഷെയ്യും റഫീഖാക്കൊക്കെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ റഫീഖാക്ക് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് സൗദിയിലേക്ക് പോവും. അപ്പോൾ എല്ലാവരുടെ അടുത്തും യാത്ര പറയുകയാണ്. സാജേർത്ത് റിസോർട്ട് നല്ല അടിപൊളി വൈബുള്ള റിസോർട്ടാണ് കേട്ടോ. പക്ഷേ നമ്മൾ എത്തിയപ്പോൾ നല്ല ലേറ്റായി, നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പോരുന്ന സമയത്ത്. അങ്ങനെ നല്ലോണം ഡിലേ ആയി വന്നപ്പോൾ. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ റൂമിലേക്ക് പോണ വഴിയിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടൊന്നും ക്യാമറയിൽ അത്ര ക്ലിയർ ഇല്ല. ഇപ്പോൾ റൂംസിൻ്റെയൊക്കെ നടുവിലായിട്ട് വലിയൊരു പൂളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു ദിവസം പോകുമ്പോൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതാ വലിയ പൂളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ റൂമിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഈവനിങ് ടീ കഴിക്കാനൊന്നും എവിടെയും നിർത്തിയിട്ടില്ലായിരുന്നു കേട്ടോ, മഴ കാരണം. അപ്പോൾ റൂമിലെത്തിക്കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ കുട്ടികളൊക്കെ ബിരിയാണി കഴിച്ചു, എന്നിട്ടും വിശപ്പൊന്നും അടങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഹോട്ടലിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.